അപ്പോൾ അന്ന് വരാൽ അമീൻ എന്ന് വിളിച്ചവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു. ഈ പോകുന്ന മനുഷ്യന് അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചുപോയി. ഈ മനുഷ്യന് ഭ്രാന്ത് വന്നു. അതാ നമ്മൾ ഇത്ര കാലം ആരാധിച്ചിരുന്നതിനെയൊക്കെ ഈ മനുഷ്യൻ തള്ളി പറയുന്നു. അതുകൊണ്ട് ഈ മനുഷ്യന് അസുഖം വന്നുപോയി. ഒരുപാട് ആൾക്കാരവിടെ വന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ കുറ്റം പറയുന്നു. അതിലൊരു വേദനാജനകമായ സംഭവം കാണാം. ഹബീബായ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഈ യാഥാർത്ഥ്യം പറഞ്ഞപ്പോ അതാ മക്കയിലെ മല്ലന്മാര് യോഗം വിളിക്കുകയാണ്. അവര് കൂടിയിരുന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ ഇങ്ങനെ വിട്ടുകൂടാ, മുഹമ്മദ് നബിയെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ വലിയ ആഘാതം നമ്മൾക്ക് കൊടുക്കണം. ആ ജീവിതത്തിന്റെ ഗ്രാഫ് താഴോട്ട് വരണം. മുത്തു നബിയെ ഒന്ന് പിടിച്ചു നിർത്തണം. ഈ ആശയം ഇവിടെ വളർന്നാൽ ലോകത്തു പിന്നെ നമ്മൾക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല, നമ്മൾക്ക് അഡ്രസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് യോഗം ചേർന്ന് നല്ലൊരു തീരുമാനമെടുക്കാം. നമ്മൾക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. അതാ മഹാന്മാർ എഴുതി വെക്കുന്നു. അവര് എല്ലാവരും കൂടി തീരുമാനം പാസാക്കുന്നു. അതിലാദ്യത്തെ പടിയായുള്ള തീരുമാനം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ടു മക്കളെ വിവാഹം ചെയ്തിരിക്കുന്നത് അബൂലഹബിന്റെ മക്കളാണ്. അബൂലഹബ് എന്ന് പറയുന്ന മുത്തുനബിയുടെ കൊച്ചാപ്പയുടെ മക്കളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മക്കളെ വിവാഹം ചെയ്തത് അവര് രണ്ടുപേരും വരുന്നു. ഒന്നാമത്തെ ആളിന്റെ പേര് ഉത്തുബത്ത് എന്നാണ്, രണ്ടാമത്തെ ആളിന്റെ പേര് ഉത്തൈബ എന്നാണ്. ഇവര് രണ്ടുപേരും മുത്തുനബിയുടെ മക്കളെ വിവാഹം ചെയ്തവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മക്കളെ ഇവർ വിവാഹം ചെയ്തു. പക്ഷേ വീട് കൂടിയിട്ടില്ല. വീട് കൂടുക എന്ന് പറഞ്ഞാൽ വിവാഹമൊക്കെ കഴിഞ്ഞു, സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടില്ല. ആ സമയത്തതാ ഇവര് രണ്ടുപേരും മക്കയിലെ മല്ലന്മാരുടെ മുന്നിൽ വന്നു നിന്ന് പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ മതത്തിനു വേണ്ടി അഥവാ നമ്മുടെ മതത്തിനു വേണ്ടി മുഹമ്മദിന്റെ മക്കളെ ഇതാ വിവാഹമോചനം നടത്തുന്നു. വിവാഹമോചനം നടത്താൻ ഒരുങ്ങുന്നു. അവര് രണ്ടുപേരും നടക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ചൊല്ലുന്നു. മുത്തുനബിയുടെ വീടിന്റെ വാതിലിൽ മുട്ടുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വാതില് തുറക്കുമ്പോ രണ്ടു മരുമക്കൾ വന്നു നിൽക്കുന്നു. എന്തിനാണ് നിങ്ങൾ വന്നത്? നിങ്ങൾക്ക് എന്തു പറ്റി? അപ്പോഴാണ് മൂത്തയാള് പറയുന്നത്, അല്ലയോ മുഹമ്മദേ, നിങ്ങളുടെ മകളെ ഞങ്ങൾ വിവാഹം ചെയ്തുവല്ലോ, നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മകളെ ഞങ്ങൾ വിവാഹം ചെയ്തല്ലോ, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് വിവാഹമോചനം നടത്താൻ വന്നതാണ്. മുത്തുനബി കിടുങ്ങിപ്പോയി. കാരണം വീട്ടിൽ രണ്ടു പെൺമക്കളുണ്ട്. ആ പെൺമക്കളുടെ ഭർത്താക്കന്മാരാണിവര്. ഒന്നാമത്തവന്റെ വർത്തമാനം ഇങ്ങനെയാണ്, അതെ, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ വിവാഹമോചനം നടത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ആള് കുറച്ചും കൂടി കടുപ്പത്തിൽ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നിന്റെ മക്കളെയും ഞങ്ങൾക്ക് വേണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ കാർക്കിച്ചു തുപ്പിയിട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് രണ്ടു പെൺമക്കളെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ലോകത്തിന്റെ നേതാവിരുന്ന് കരയുന്നു. എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ പെൺമക്കളുള്ള ഉപ്പമാരുണ്ടല്ലോ,
പെൺമക്കളെ വളർത്തി വലുതാക്കിയ ഉമ്മമാരുണ്ടല്ലോ, നാളെ നിങ്ങളുടെ മരുമക്കൾ വന്നിട്ട് നിങ്ങളുടെ പെൺമക്കളെ വേണ്ടാന്ന് പറഞ്ഞ സഹിക്കാനാകുമോ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മക്കളുടെ കണ്ണുനീര് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് വിഷമം വന്നു പോകും, നിങ്ങൾ തളർന്നു പോകുമെങ്കിൽ അതേ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായ, ലോകത്തെ പൂർണ്ണനായ മനുഷ്യനോ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ ഉമ്മറപ്പടിയിലങ്ങിരുന്നു.